ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു യാത്രയുമായിട്ട് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. രാവിലെ നമ്മുടെ ഷൈമോനെ കുളിച്ച് കുട്ടപ്പനാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മഴക്കാറ് എന്താവും എന്നറിയില്ല, നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുമോ എന്നറിയില്ല. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ്, ഒരു യാത്ര, അതാണ് എൻ്റെ പ്ലാന്. നമുക്ക് നോക്കാം നടക്കുമോ എന്നുള്ളത്. എൻ്റെ ഗൈസ് വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്ക് കണ്ടോ ഗൈസ്, വേറെ വഴിയില്ല. പിന്നെ ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. 100 രൂപ മുടക്കിൽ നല്ല മുതൽ സാധനം. നമ്മൾ കറുകച്ചാലിലോട്ട് എത്തുവാണേ. നമ്മൾ പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം, പത്തനംതിട്ട കോട്ടയം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഉണ്ടാവും എന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ ഈ ബോർഡ് എന്താണ്, ശബരിമല. ഇത് നോക്കി ഇങ്ങ് പോന്നാൽ മതി, നമ്മൾ വഴിയൊന്നും തെറ്റത്തില്ല, പേടിക്കുകയും വേണ്ട. ഉള്ളത് പറഞ്ഞാൽ കുട്ടിക്കാനം ഹൈ റേഞ്ച് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം ഞാനിപ്പോൾ ഒരു 6-7-8 മാസത്തോളമായി ഞാൻ യാത്രകൾ പോയിട്ട്. അതിന് മുമ്പ് സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യാറില്ലെങ്കിലും സ്ഥിരമായിട്ട് യാത്രകൾ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു ഒരു പരിപാടിയായിരുന്നു ഈ യാത്രകൾ. അതിപ്പോൾ മുടങ്ങിയിട്ട് 7-8 മാസമായി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ പോകുന്നത്, അതും ഈ മഴക്കാലത്ത്. അങ്ങോട്ട് പോകുമ്പോൾ എന്താ സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മഴയും കോടമഞ്ഞൊക്കെ ആവാനാണ് സാധ്യത, മഴയാണെങ്കിൽ. എന്തായാലും നോക്കാം, പോകാൻ പറ്റുന്നിടം വരെ പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കറുകച്ചാലൊക്കെ കഴിഞ്ഞ് വാഴൂർ കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൊൻകുന്നം അടുക്കാറായി. അപ്പോൾ ദാ ഇങ്ങനെയൊരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ താഴെ ഒരു തോടുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല, ഞാനവിടെ വെട്ടിങ്ങി പോകുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഹൈ റേഞ്ചിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. ശരിക്കും ഇങ്ങനെയുള്ള കുന്നുകൾ ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്ര പോയാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ഈ ഹൈ റേഞ്ച് എന്ന് പറയുന്നത്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്, വലുതായിട്ട് പെയ്യുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളെ വലുതായിട്ട് ഇതുവരെ ബാധിച്ചിട്ടില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താവും എന്നറിയില്ല. ഗൈസ്, അങ്ങനെ വന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. ഒരു ചെറിയ ഹോട്ടലായിരുന്നു, പക്ഷേ നല്ല ഫുഡാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇത് മുണ്ടക്കയമാണ്, മുണ്ടക്കയത്തിൻ്റെ സമീപ പ്രദേശമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഹൈ റേഞ്ച് കയറുകയാണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കയം എത്തുമ്പോഴത്തേക്കും ഇത് കണ്ടോ, മലനിരകളിലൊക്കെ കോടമഞ്ഞ് പുതച്ചിട്ട് ഒരു പ്രത്യേക ഭംഗി. മഴ ചാർന്നുമുണ്ട്. നമ്മൾ അവിടുന്ന് പോകുന്നത് പോലെയല്ല, ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും മഴയുടെ ഒരു ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ മുണ്ടക്കയം ടൗൺ കഴിഞ്ഞിരിക്കുകയാണ്. മുണ്ടക്കയം ടൗൺ കഴിഞ്ഞു. ഇത് മണിമലയാറാണ്. ആറ്റിലങ്ങനെ കാര്യമായിട്ട് വെള്ളമൊന്നും പറയാനില്ല, എന്നാലും ഉള്ളത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മഴയാണ്, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ തുടങ്ങി. ശരിക്കും നമ്മൾ ഇവിടെ നിന്നും മുണ്ടക്കയത്തു നിന്നും നമ്മൾ പെരുവന്താനം കയറ്റം കയറി തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇതിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അതാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. എനിക്കിന്ന് റബ്ബറൊക്കെ ആയിരുന്നെന്ന് തോന്നി. ഇപ്പോഴും റബ്ബർ വെച്ചിട്ടുണ്ട്, റബ്ബർ തൈകൾ വെച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന വലിയ മരങ്ങളൊക്കെ വെട്ടിയിട്ട് റബ്ബർ തൈകൾ വെച്ചിട്ടുണ്ട്. ശരിക്കും മഴയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ കാണാനായിട്ട്. പക്ഷേ ഇപ്പം മഴയത്ത് ലൈവായിട്ട് കാണുമ്പം അത് വേറൊരു രസമാണ്. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ മഴയൊക്കെ നനഞ്ഞിങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഈ വിഷ്വൽസൊക്കെ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ഫോണിലാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ മിസ്സായി, അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് കോട്ടയം കുമളി റോഡ്. നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചതുപോലെ ആനത്താര എന്നാണ് പറയുന്നത്. ആന പോയ വഴി നോക്കി സായിപ്പന്മാർ വെട്ടിയ വഴിയാണ് ഇത്, കോട്ടയം കുമളി റോഡ്. ഒന്ന് ഓർത്ത് നോക്കണേ, വർഷങ്ങൾക്ക് മുമ്പോടൊക്കെ ശരിക്കും ഘോര വനമായിരുന്നിരിക്കണം. എന്താണ് ഇപ്പം നല്ല തിരക്കാട്ടോ, നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഗൈസ്, നമ്മളങ്ങനെ കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? കാണിച്ചു തരാം. അതായത് കോട്ടയം കുമളി റോഡിൽ നിന്നും നമ്മൾ മുണ്ടക്കയം ഭാഗത്ത് നിന്നും ഈ കയറ്റം കയറി ഇങ്ങോട്ട് വരുമ്പം ആദ്യം കിട്ടുന്ന മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഇത്. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഈ മഞ്ഞ് കയറി കിടക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിയാണ്, ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഈ റൂട്ട് വരുന്ന എല്ലാവരും ഇവിടെ നിന്ന് നിർത്തി ഈ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടേ പോകാറുള്ളൂ. ഒരു 5 മിനിറ്റൊക്കെ നിന്നാൽ ചിലപ്പോൾ ഈ മഞ്ഞ് അങ്ങ് പോകും കേട്ടോ.
ഇവിടുത്തെ വീടുകളിലേക്കൊക്കെ കയറിപ്പോകുന്ന വഴി കണ്ടോ, കൽക്കെട്ട്, കൽനട സ്റ്റെപ്പ്. നൊസ്റ്റാൾജിക് ഫീൽ അത് കാണുമ്പോൾ. നമുക്ക് യാത്ര തുടരാം. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നപ്പോൾ കുറേ കാഴ്ചകൾ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല എങ്കിലും ഈ താഴെ കാണുന്നത് ലയമാണെന്ന് തോന്നുന്നു. റബ്ബർ തൊഴിലാളികൾ, ആ ദൂരെ കാണുന്നതൊക്കെ റബ്ബർ തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണെന്നും തോന്നുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടമൊന്നും എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഞ്ഞും മഴയുമാണ്. മഴ നൈസാണ്, നല്ല ചെറിയ തുള്ളികൾ ഇങ്ങനെ ചാറി 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 നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ മുകളിലോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല, കാരണം നല്ല രീതിയിൽ മഞ്ഞ് കയറിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും മുണ്ടക്കയം എത്തിയപ്പോൾ എനിക്ക് തോന്നി പണി പാളും, കുടയോ എന്തെങ്കിലും കയ്യിലില്ലെങ്കിൽ നമുക്കൊന്നും ഒരു പരിപാടി നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുണ്ടക്കയത്ത് ഇറങ്ങിയ ഒരു കുട വാങ്ങി. ആ കുട വാങ്ങിയത് കൊണ്ട് നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുണ്ടെങ്കിൽ ഫോണെല്ലാം നനഞ്ഞു പോയില്ലേ. വാവ്, മഞ്ഞ് മഴ KSRTC ബസ്. എന്തായാലും കുട്ടിക്കാനം അവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ മിക്കവാറും വളഞ്ഞങ്ങാനം വരെ പോയിട്ട് തിരിച്ചു പോരാനാണ് സാധ്യത. മാത്രമല്ല ഭയങ്കര തണുപ്പ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു അനുഭവം തന്നെയാണ് ഗൈസ്. പക്ഷേ സൂക്ഷിക്കണം, നല്ല മഴയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ റോഡിന് ഒരു വശം മുകളിലേക്ക് വളരെ ഹൈറ്റുള്ള സ്ഥലവും അതുപോലെ തന്നെ ഒരുപാട് പാറകളും പാറക്കഷ്ണങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഇടിയാനും ഇടിഞ്ഞു വീഴാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കഴിവതും നല്ല മഴയുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മഴക്കാലത്ത് കാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല, കാരണം ഭയങ്കര തണുപ്പാണ് പുറത്ത്. അപ്പോൾ അതാ വന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടു, അടിപൊളി. മഴക്കാലം ആയതുകൊണ്ടാണ്, അല്ലാത്തപ്പോൾ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവാറില്ല. കുത്തനെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആഹാ, KSRTC ഇവിടെ നമ്മളെ കണ്ടോട്ട് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. എൻ്റെ കോല, ഞാൻ മഴ നനഞ്ഞൊരു പരുവായി കേട്ടോ. ഇമ്മാതിരി മഴ, ഇങ്ങനെ മഴയത്ത് ഇനി വരണോ വേണ്ട എന്നുള്ളതൊന്നും വന്ന് ആലോചിക്കണം. ഇത് എൻ്റെ തന്നെ തീരുമാനത്തിന് ചാടി പുറപ്പെട്ടതാ എന്നാലും. പക്ഷേ വൈബ് ഫീൽ ഒരു രസം, പക്ഷെ ഫീല് ഒരു രക്ഷയില്ല കേട്ടോ. മഴയൊക്കെ നനഞ്ഞ് പുള്ളി ഞാൻ കഴിക്കുകയാണ്. ഈ ഒരു കാഴ്ച തന്നെ നമുക്ക് ഭയങ്കര കണ്ണിന് ഭയങ്കര കുളിർമ തരുന്നൊരു സംഭവമാണ് കേട്ടോ. ഓ അടിപൊളി. ശേഷം അവിടെ ഉണ്ടാകുന്ന ഒരു കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. തണുപ്പല്ലേ. നമ്മുടെ കയ്യിൽ GoPro പോലെ എന്തെങ്കിലും ഡിവൈസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പ്രശ്നമില്ലായിരുന്നു, ബാധിക്കത്തില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മളൊരു സാധാ ഫോണിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഈ യാത്രയിൽ. യെസ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ പോകുന്നു. നമ്മൾ വളഞ്ഞെങ്ങാനം വരെ മാത്രമേ പോയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോയാലും ഒന്നും കാണാൻ പറ്റില്ല. കുട്ടിക്കാനത്ത് എന്നാലും ഭയങ്കര മഞ്ഞും മഴയുമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു അവിടെയുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരികെ പോരുകയായിരുന്നു. എന്താണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്